ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം, എന്താണ് ഇലക്ട്രൽ ബോണ്ട്, ഇതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക രഹസ്യമായി സംഭാവന നൽകാൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2017 കേന്ദ്ര ബജറ്റ് അവതരണത്തിനിടെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ആശയം കൊണ്ടുവന്നത്. എന്നാൽ 2018 ജനുവരി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 2018 ജനുവരി മുതൽ പണം നൽകുന്നവരുടെയോ സ്വീകരിക്കുന്നവരുടെയോ വിവരങ്ങൾ രഹസ്യമായിരിക്കും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകൾ മുഖേന മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് ലഭ്യമാകുന്നത്. മുകളിൽ നമ്മൾ പറഞ്ഞ പണം കൊടുക്കൽ വാങ്ങലിൻ്റെ രഹസ്യ സ്വഭാവം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് കൂടിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ മാത്രം ഇലക്ട്രൽ ബോണ്ട് ലഭ്യമാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ ശാഖകളിലും ഇലക്ട്രൽ ബോണ്ട് ലഭ്യമല്ല. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു ശാഖയിൽ മാത്രമേ ഇലക്ട്രൽ ബോണ്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ കഴിയുകയില്ല. അതിനുമുണ്ടൊരു മാനദണ്ഡം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ രജിസ്റ്റേർഡ് ചെയ്ത പാർട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ നടന്ന ഇലക്ഷനിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 1% ലഭിച്ച പാർട്ടിയായിരിക്കണം. രണ്ടാമത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കാം. തൊട്ട് മുമ്പ് നടന്ന ഇലക്ഷനിൽ, അത് ലോക്സഭയിലേക്കായിക്കോട്ടെ നിയമസഭയിലേക്കായിക്കോട്ടെ, മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 1% അതിൽ കൂടുതലോ കിട്ടിയ പാർട്ടികൾക്ക് മാത്രമേ എന്ത് സ്വീകരിക്കാൻ കഴിയുള്ളൂ, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന് കുറച്ച് ഫിക്സ് എമൗണ്ടുകളുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നീ തുകകളുടെ ബോണ്ട് മാത്രമേ നിലവിലുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടികൾക്ക് സംഭാവന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ട ഏതെങ്കിലും SBIയുടെ ബ്രാഞ്ചിൽ പോയി ഇലക്ട്രൽ ബോണ്ട് ലഭ്യമായ ഏതെങ്കിലും തുക നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. അതായത് ബാങ്കിൽ നിങ്ങളുടെ തുക ലിക്വിഡ് ക്യാഷായി സ്വീകരിക്കില്ല. ഓൺലൈൻ, ചെക്ക്, DD തുടങ്ങിയ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബാങ്കിൽ തുക ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു KYC ഫോം കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ കൊടുത്ത തുകയ്ക്കനുസരിച്ചുള്ള ബോണ്ട് SBIയിൽ നിന്നും ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ബോണ്ട് നിങ്ങൾ സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് കൈമാറുന്നതോടുകൂടി നിങ്ങളുടെ ജോലി ഇവിടെ തീരുകയാണ്. ഓക്കെ, ഇനിയാണ് പാർട്ടികളുടെ ഊഴം. ഇങ്ങനെ ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് പാർട്ടികൾ അവരവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതോടുകൂടി അവരുടെ അക്കൗണ്ടിൽ ഇത് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർക്കാനുള്ളത്, അതായത് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാലാവധി 15 ഡേയ്സ് മാത്രമാണ്. 15 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ നിക്ഷേപിക്കാത്ത ബോണ്ടുകൾ ലേപ്സ് ആവുകയും അതോടൊപ്പം തന്നെ ബോണ്ടിലെ തുക മുഴുവനും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. 15 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ നിക്ഷേപിക്കാത്ത ബോണ്ടുകൾ എക്സ്പയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.